സെന്റ് ആന്റണി അതിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സെന്റ് ആന്റണി ബസിലിക്ക പുതിയതുണ്ടാക്കാനായിട്ട് ആരംഭിക്കുകയാണ് പാതുവായി. അതിൻ്റെ പണിയെല്ലാം നടന്നു കഴിഞ്ഞ് ബസിലിക്ക ഉദ്ഘാടനം ചെയ്യാവുന്നതിന് മുമ്പ് സെന്റ് ആന്റണിയുടെ കവറിടം തുറന്നിട്ട് അതിൻ്റെ തിരിശേഷിപ്പ് അല്ലെങ്കിൽ മോർട്ടൽ റിമൈൻസ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സെന്റ് ആന്റണി മരിച്ചിട്ട് 32 വർഷം കഴിഞ്ഞിട്ട് അത് തുറക്കുമ്പോൾ കാണുന്നത് എന്താ? സെന്റ് ആന്റണിയുടെ നാവ് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ബൊനാവൻചർ സെന്റ് ബൊനാവൻചർ ഞാൻ പറയുമ്പോൾ മേലെ പോലെ തരും. ആ നാവ് എടുത്തിട്ട് ഒരു തുവാലയെ പൊതിഞ്ഞ് ഇങ്ങനെ ഈ നാവാണ് എന്ന് പറഞ്ഞ് ഒരു ഡയലോഗ് വരും. കർത്താവിൻ്റെ സത്യമായ സുവിശേഷം ധീരതയോടും ശക്തിയോടും പറഞ്ഞ് ഈ നാവിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത സീൻ സെന്റ് ആന്റണി ശക്തമായിട്ട് പറയുന്ന പാതുവായിൽ അതിന് മുമ്പ് ആ ഗ്രാമത്തിലെ ആളുകളോട് പ്രസംഗിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ സെന്റ് ആന്റണിയെ എതിര് പറയേണ്ടതും അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ സുവിശേഷം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാനിതാ ആ കടലിലേക്ക് പോയിട്ട് ആ മത്സ്യങ്ങളോട് സുവിശേഷം പ്രഘോഷം എന്ന് പറഞ്ഞാൽ പോയി. എന്നിട്ട് അവിടെ കടപ്പുറത്ത് പോയിട്ട് അപ്പോൾ സങ്കീർത്തനം വരും. ഏതാ സങ്കീർത്തനം? ആ സങ്കീർത്തനം. അതൊക്കെ അന്ന് സങ്കീർത്തനം പാടിയതാണ്. സങ്കീർത്തനം പാടി വചനം എന്ന് പറയാൻ തുടങ്ങിയവരിക്കും മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വന്നിങ്ങനെ ഒരു വെള്ളത്തിന് മീതി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ അനിമേഷനിലല്ലാണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലേ? എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ അത് കണ്ടപ്പോ ഈ ഘോര ഹൃദയമായിരുന്നവരുടെ ഹൃദയം അവര് വിശ്വസിക്കാൻ തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ ഓരോരോ സംഭവങ്ങളാണ്, അത്ഭുതങ്ങൾ മാത്രം. ഒരാള് ഉപസാരത്തിൽ ഭയങ്കരമായിട്ട് ഭാവത്തെ കുറിച്ച് ഓർത്തിട്ട് അവന് പറയാൻ പറ്റില്ല. അവനങ്ങ് വിതുമ്പി പോവുകയാണ്, അവന് പറയാൻ പറ്റില്ല. അപ്പോൾ നീ അതൊക്കെ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരാൻ പറ്റും. കടലാസിൽ എഴുതി കൊണ്ടുവന്ന് അത് വായിച്ചുകൊണ്ട് ഉപസാരിപ്പിച്ചു. അത് കഴിഞ്ഞ് കടലാസ് കഴിഞ്ഞ് കൊടുത്ത് നോക്കുമ്പോൾ എന്താ കടലാസിൽ എഴുതിയിരുന്നില്ല, കംപ്ലീറ്റ് വൈറ്റ്. അതുപോലെ തന്നെ ഒരാളെ വെല്ലുവിളിച്ചു, നിങ്ങൾ ഈ യേശു ജീവിക്കുന്ന യേശു അപ്പത്തിലുണ്ടെന്നൊക്കെ പറയുന്നത് വെറും പൊള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കാൻ. ഇനി അങ്ങനെ നിങ്ങൾ പറയുകയാണ് ആ ജീവിക്കുന്ന യേശു ഈ അപ്പത്തിലുണ്ടെങ്കിൽ യേശു ദൈവമാണെങ്കിൽ എൻ്റെ കഴുതയും ആ യേശുവിനെ ആരാധിക്കണം, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. ആ വെല്ലുവിളി എന്നിട്ട് സെന്റ് ആന്റണി സ്വീകരിക്കുകയാണ്. എന്നിട്ട് ആന്റണി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഇന്ന ദിവസം ഈ മൈതാനത്തിൽ ഇന്ന പൊതു സ്ഥലത്ത് നീ കഴുതയുമായിട്ട് വരിക, ഞാൻ ഈശോയുമായിട്ട് വരും. ആ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെ യേശുവിനെ മോൺസ്ട്രൻസിലെ അങ്ങ് കൊണ്ടുവരുന്നു. അയാൾ കഴുതനെ കൊണ്ടുവന്നിട്ട് കഴുതനെ അതിന് 3 ദിവസം പട്ടിണി ഇട്ടു. എന്നിട്ട് അയാളുടെ പരിപാടി എന്ന് വെച്ചാൽ 3 ദിവസം പട്ടിണി കിടന്ന് കഴുത, നീ ഈശോനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈ അപ്പം കൊണ്ടുവരുമ്പോൾ ഞാൻ അതിന് പുല്ല് കൊടുക്കും. അപ്പോൾ കഴുത പുല്ല് തിന്നോളൂ ഇല്ലേ? പട്ടിണി കിടന്ന കഴുത ആ പുല്ലിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആ പുല്ല് കൊടുക്കുമ്പോൾ കഴുത ആ പുല്ലിൽ തല വെട്ടിച്ചുകൊണ്ട് യേശുവിലേക്ക് തിരിഞ്ഞ് ഒട്ടുമടക്കി യേശുവിനെ ആരാധിക്കും. ഇതൊക്കെ നമ്മൾ കാണിക്കണ്ടേ ഇല്ലേ? അതാണ് അടുത്ത അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ രാത്രി അതിൻ്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ഇത് ഈ ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കണം, അനേകായിരങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള യുവതി യുവാക്കളെയും കൊച്ചുമക്കളെയും അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലൂടെ അവരുടെ ഹാൻഡിലും അവരുടെ മൊബൈൽ ഫോണിലൂടെ ഇത് കാണാൻ പറ്റും. യൂട്യൂബിൽ നിറച്ചുണ്ട്. ജീസസ് വണ്ടർന്ന് ചുമ്മാ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ പടപടയെ കാണാൻ പറ്റും. യേശുവെ അത് അനേകം ലാംഗ്വേജിൽ ഉണ്ടാക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് അറബിക് ലാംഗ്വേജിൽ, ചൈനീസിൽ, റഷ്യൻ ലാംഗ്വേജിലൊക്കെ ഉണ്ടാക്കണം. അതിനൊരുപാട് ലാംഗ്വേജിലേക്ക് ഡബ് ചെയ്തിട്ട് അത് ചുമ്മാ ഡബ് ചെയ്താൽ പറ്റില്ല. ലിപ്സ് കറക്ഷൻ ചെയ്യണം ഓരോന്നിൻ്റെയും. ഇപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നാ പറയാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ ഉള്ള ലിപ്സ് മൂവ്മെന്റ് അല്ല മറ്റു ലാംഗ്വേജിൽ. അപ്പോൾ സാധാരണ ഫിലിം ഡബ് ചെയ്തെടുത്താൽ ഓഡിയോ വോയിസ് മാത്രം ഡബ് ചെയ്തതിനകത്ത് കയറ്റിയാൽ മതി. ഇത് ഡബ് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജിൽ ആ ദേശത്ത് ഉള്ള ആളുകളെ കൊണ്ട് ഡബ് ചെയ്യിച്ചിട്ട് അതിവിടെ അതിൻ്റെ ഓരോ വവൽസിനും അനുസരിച്ച് ഈ ലിപ്സ് മൂവ്മെന്റ് മാറ്റണം ആനിമേഷനിൽ. അങ്ങനെ മാറ്റി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ലെങ്ത്
ഈ അങ്ങനെ ലെങ്ത് മാറി കഴിയുമ്പോൾ അതിന് രണ്ടാമത് മ്യൂസിക് ചെയ്യണം കേട്ടോ. ഇത്രയും പണികളുണ്ട്. അപ്പോൾ ഓരോ നമ്മളിപ്പോൾ 25ഓളം എപ്പിസോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 25ഓളം എപ്പിസോഡിന് ആവറേജ് ഒരെണ്ണത്തിന് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആയിട്ടുണ്ട്. ആവറേജ് ചിലത് അതിൽ കൂടുതലായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 25 എത്ര 125 ലക്ഷം രൂപ ഓൾറെഡി ആയി എന്ന് പറഞ്ഞാൽ 1,20,000,000. എനിക്ക് തന്നെ ചിന്തിക്കുമ്പോൾ എങ്ങനെ ഇതിന് നടന്നു എന്നുള്ളതാണ്. ഇനി അതിനെ മറ്റു ഭാഷകളിൽ കുറെ ആക്കിയിട്ടുണ്ട്. ഓരോന്നിനും 1 ലക്ഷം രൂപയെങ്കിലും വെച്ച് വേണ്ടി വരും ഇത് ഒരു ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ, വേറൊരു ലാംഗ്വേജിലേക്ക്. അപ്പോൾ 25 എപ്പിസോഡ് അറബിക്കിലേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു 25 ലക്ഷം, ചൈനീസിലേക്ക് അതിനൊരു 25 ലക്ഷം, ഫ്രഞ്ച്, ഇങ്ങനെ ഓരോന്നിനും ഏതാണ്ട് ഒരു 25 ലക്ഷം രൂപ വേറെ ലാംഗ്വേജിലേക്ക് മാറ്റാം. അതാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നൊരവസ്ഥ. എന്നാൽ ഇത് മാറും, ഇത് നടക്കും, പടിപടിയായിട്ട് ചെയ്യും. ഒന്നുകൂടി നമുക്കത് കുറിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പ്രോജക്റ്റിനെ പോയി നന്ദി പറയുന്നു. ഈ ഐഡിയ ഞങ്ങൾക്ക് കിട്ടി, ഈ ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ദൈവമേ, ഇതിലൂടെ ഇതേവരെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണേ. ഇതിലൂടെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണേ. ഇതിന് സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണേ. ദൈവമേ, അവരെ അനുഗ്രഹിക്കണേ. ഇതിന് സഹായിക്കാൻ പോകുന്നവരെ അനുഗ്രഹിക്കണേ. അല്ലാതെ ഞങ്ങൾ ഈ പ്രാർത്ഥന ഉടനെ ശ്രമിക്കണം. ഞങ്ങൾ വിശ്വസിക്കുന്നു, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ മനം മാറിപ്പോകട്ടെ. അത്ഭുതം നടത്തി അങ്ങനെ സഹായം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്ഭുതം നടത്തി ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ധ്യാനത്തിന് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കാം. അത് മിക്കവാറും ഒക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ധ്യാനം സ്തോത്രം. അടുത്ത ധ്യാനം ഫെബ്രുവരി 4 മുതൽ 15 വരെ നമ്മുടെ ഈ അക്കാഡമിയിലെ ഹാളിൽ നിങ്ങൾ ലഞ്ച് ടൈമിൽ അവിടെ പോയി കാണും. അവിടുത്തെ സംവിധാനം ബൈബിൾ അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പ്രാർത്ഥനയും അവിടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങൾ നിറഞ്ഞ ചില ക്ലാസ്സുകൾ നടത്തുന്ന ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപക്ഷെ അതിന് സമയമായി. അപ്പോൾ അവിടെ നമുക്ക് 60-70 പേർക്ക് ഇരിക്കാൻ പറ്റും. ആ ഹാളിൽ ഇരിക്കാം. അത് മതി എന്ന്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുർബാനയിൽ പങ്കുചേരാം. കുർബാനയുടെ സമയത്ത് ഇവിടുത്തെ കുർബാനയുടെ സമയത്ത് ഇങ്ങോട്ട് വരാം. ഭക്ഷണം ഇവിടുന്ന് കഴിക്കാം, കിടക്കുകയും വേണ്ടി ചെയ്യാം. പക്ഷേ ഈ ധ്യാന ഹാളിലാണ് ഇവിടെ ബുദ്ധിമുട്ട്. ഇത്രയൊക്കെ ചെയ്യാവുന്ന മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ക്ലിയറായി ഇത് ഉച്ചയ്ക്ക് സംസാരിച്ച് ശരിയാവും. ഫെബ്രുവരി 4 മുതൽ 15-ാം തീയതി വരെ ഉള്ള 9 ദിവസത്തേക്ക് കൈയെടുത്ത് എല്ലാവരും പ്രാർത്ഥിച്ച് ഇതിന് ഒന്ന് സമ്മതിക്കാനും ദൈവം അനുവദിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിന് വേണ്ടി നല്ല ആളുകൾ, കൃത്യമായ ആളുകൾ 60 പേര് അല്ലെങ്കിൽ 70 പേര് മാത്രം കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ അങ്ങാണെല്ലാം ചെയ്തു. അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ ജ്ഞാനം വരണം. അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം. അക്കൗണ്ട് നമ്പർ 0423 0423 0730 0730 പിന്നെ 40 4 zeros പിന്നെ 0046 0046. കിട്ടിയില്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? യെസ്, ഒന്നുകൂടി പറയണം. 0423 0730 0423 0730 പിന്നെ 0000 50 പിന്നെ 0046 0046. IFC കോഡ് SIBL
SIBL, South Indian Bank Limited, ഷോർട്ട് ഫോം SIBL. പിന്നെ 400000, പിന്നെ 423. അക്കൗണ്ടിൻ്റെ പേര് ജീസസ് വണ്ടർ അഥവാ കിങ്ഡം പബ്ലിക്കേഷൻ. ജീസസ് വണ്ടർ അടിച്ചാൽ ഉടനെ കിങ്ഡം പബ്ലിക്കേഷൻ പൊങ്ങി വരും. ദാറ്റ് ഈസ് റൈറ്റ്. അപ്പോൾ യെസ് അടിച്ചാൽ മതി. കിങ്ഡം പബ്ലിക്കേഷൻസ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ്, വെണ്ണല ബ്രാഞ്ച്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് വെണ്ണല ബ്രാഞ്ച്, എറണാകുളം. ഓക്കെ. അപ്പോൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ എത്ര ചെറിയ തുക ആയാലും അത് ആ വിധവയുടെ നാണയം പോലെ ഇതിന് വലിയ ഒരു ശക്തി തരും. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ഹൃദയത്തിൽ തന്നെ ഇത് ഇലക്ട്രോണിക് ട്രാൻസ്ഫറിന് വേറെ ബാങ്കിൻ്റെ പൈസ കൊടുക്കേണ്ട, ഫ്രീ ആണ് ഇത് അല്ലേ? ഇലക്ട്രോണിക് ആയിട്ട് ബാങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ചെയ്യണതിന് ബാങ്ക് ചാർജ് ഇല്ല. അതല്ലേ പറഞ്ഞു? അതെ, ഫ്രീ ആയിട്ട് അയക്കും ബാങ്ക്. ഓക്കെ. നമുക്ക് അധികം സമയം പിന്നെ കുർബാനയ്ക്ക് 12 മണിക്ക് തന്നെയല്ലേ അവിടെ നോക്കണം. നമ്മൾ കുർബാനയ്ക്ക് അച്ഛൻ വരാൻ വേണ്ടി നടക്കാൻ 1265 കാറ്റഗിസത്തിൽ 1265 ആ രണ്ടാമത്തെ സ്റ്റാൻസയാണ്. അവിടെ പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും കൃപാവരം മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നു. 1265 ആദ്യ ഭാഗം നമ്മൾ പല പ്രാവശ്യം വായിച്ചു. 1265 65 കഴിഞ്ഞ് 66 വായിക്കണം. 1266 പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച ആൾക്ക് വിശുദ്ധീകരണ കൃപാവരവും നീതീകരണത്തിന്റെ കൃപാവരവും. ഇത് വലിയ രഹസ്യമാണ്. അതാണ് കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനം എന്ന് പറഞ്ഞില്ലേ? കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനം. കാര്യങ്ങളെ നമ്മൾ പറയുമ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് ആകാശം പോലെ ഉയർന്ന അത്രയ്ക്ക് വിശാലമായ ഒന്നാണെന്ന് മനസ്സിലാക്കണം. അന്ന് ആകാശം ചായച്ച് വരണേ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശാലമായ ഒന്നാണ് കൃപ. കൃപയ്ക്ക് വിവിധ പ്രവർത്തനങ്ങളുള്ളതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മൾ ആദ്യം കേട്ടത്. മാമോദീസായിലൂടെ നമ്മുടെ സകല പാപങ്ങളും മുറിച്ച് നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നു. അത് 2 തരത്തിലുള്ള പ്രവർത്തനം. ഇനി വേറൊരു പ്രവർത്തനം എന്താ? പരിശുദ്ധ ത്രിത്വം. ഈ കൃപാവരം നിറച്ചുകൊണ്ട് നീതീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും പ്രവർത്തനം. ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മാതിരിയാണ്. മാമോദീസായിലൂടെ ഈ നീതീകരണത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും കൃപ നമ്മളെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, അങ്ങ് ഒഴുക്കുകയാണ്. മുട്ടുവിൻ, അന്വേഷിപ്പിൻ, കണ്ടെത്തും. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിറിംഗ് ആണ് ഈ നവീകരണ ധ്യാനങ്ങൾ എന്താ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായ കുടിക്കണം, ചായ കൊണ്ടുപോകണം. അവള് പറഞ്ഞു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പക്ഷെ മധുരമില്ല. എന്തുകൊണ്ട് മധുരമില്ല? 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് മധുരമില്ല. എന്തുകൊണ്ട് മധുരമില്ല? അത് ഇളക്കിയില്ല. എന്നെപ്പോലെ മാമോദീസ നമ്മൾ സ്വീകരിച്ചു. 3 സ്പൂൺ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിലുണ്ട്. പക്ഷെ നമ്മളതിനെ ഇളക്കണം എന്ന് പറഞ്ഞാൽ ആ കൃപാവരത്തിൻ്റെയും ഈ നീതീകരണത്തിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെ വന്ന ആ പ്രകാശത്തിൻ്റെ വചനവും നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഗോ ബാപ്റ്റൈസ് ദം ആൻഡ് ടീച്ച് ദം. നിങ്ങളെല്ലാവരെയും സ്നാനപ്പെടുത്തുവിൻ. അതുകൊണ്ടായില്ല. പിന്നെ എന്താ പറയുന്നത്? ഞാൻ
നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കും. അത് ഒറ്റ സെന്റൻസാണ്, ഒറ്റ പാക്കേജാണ്. Baptize them and teach them. അപ്പൊ ആ ടീച്ചിങ് ഞാൻ പഠിപ്പിച്ചത് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. നമ്മൾ എന്തെങ്കിലും മാനുഷികമായ ബോധ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു പഠനമല്ല അവിടെ വേണ്ടത്. കാരണം ഇത് മാനുഷികമായ ഒരു പ്രവർത്തനമല്ല മാമോദീസ. ഇത് മാനുഷികമായ ഒരു ഐഡിയയിൽ നിന്നുണ്ടായ ഒരു സംഹിതയല്ല യേശുക്രിസ്തു. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്നെ. അവരൊന്നും ഞാൻ പാടുന്നത് കേൾക്കാൻ വേണ്ടിയാ. ഇത് പാടിയവരും എന്ന് പറഞ്ഞാൽ ആ ഉടമ്പടി പ്രകാരം ഈശോ ആ സക്കേവൂസിന്റെ ഭവനത്തിൽ വന്നിട്ട് പറയും, ഞാൻ നിന്റെ ഭവനത്തിൽ വരാൻ നീ അർഹനാണ്, കാരണം നീയും അബ്രാഹത്തിന്റെ മകനാണ്. അതുകൊണ്ട് പിതാവായ ദൈവം അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരിലും ദൈവം ആ വിശ്വസ്തത നടപ്പാക്കാൻ നമ്മൾ അവകാശം. ഏത് പാറയിൽ നിന്നാണ് നിങ്ങളെ വെട്ടിയെടുത്തത്? നിങ്ങളെ വെട്ടിയെടുത്തത് അബ്രാഹത്തിന്റെ പാറയിൽ നിന്നാണ്. ഏത് ഗർഭത്തിലാണ് നിങ്ങളെ വാർത്തെടുത്തത്? സാറയുടെ ഗർഭത്തിൽ. ഓക്കെ, കം ബാക്ക്. അപ്പോൾ 266 ആദ്യ ഭാഗം നമ്മൾ വായിച്ചു. നീതീകരണം, വിശദീകരണത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയിരിക്കും. ആ കൃപയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും ദിവസം ചിന്തിച്ചത് മുഴുവൻ. ഓക്കെ, അത് ഇപ്പോൾ നമ്മൾ മനസ്സിലായി. ഇത് മാമോദീസായിലൂടെ നമ്മളിലേക്ക് സൗജന്യമായി ഗ്രാറ്റിസ്, ഗ്രേസ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ വന്നിരിക്കുന്നത് ഗ്രാറ്റിസ് എന്ന് പറഞ്ഞാൽ സൗജന്യം എന്നുള്ള പദത്തിൽ നിന്നാണ്. സൗജന്യമായി നൽകുന്നത് ഗ്രാറ്റിസ്. ഗ്രേസ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് നമ്മൾ ഗ്രേസ് പറഞ്ഞ് പേരിടാറില്ല. ഗ്രാറ്റിസ്, ഗ്രാറ്റിസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഗിഫ്റ്റ് എന്നുള്ള അർത്ഥമാണ്. ഇനി അതിന്റെ അടുത്ത പാരഗ്രാഫ്, അടുത്ത സെന്റൻസ് വായിച്ച് 1266 തന്നെ അടുത്തത്. ദൈവിക പുണ്യങ്ങളാൽ ദൈവത്തിൽ അവിടുന്ന് പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അത് കഴിവുള്ളവനാക്കുന്നു. ദൈവിക പുണ്യത്താൽ, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ദൈവിക പുണ്യത്താൽ ദൈവത്തിൽ അവിടുന്ന് പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അത് കഴിവുള്ളവനാക്കുന്നു. അപ്പോൾ മാമോദീസയിലൂടെ എല്ലാ ദൈവിക പുണ്യങ്ങളും നമ്മിലേക്ക് നൽകപ്പെടുന്നു. അവിടുത്തെ ദൈവിക പുണ്യങ്ങളും അവനിൽ പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അത് കഴിവുള്ളവനാക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരിലും ദൈവം വസിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ദൈവാനുഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ദൈവം വസിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവം ഉണ്ടാവില്ല. എപ്പോഴാണ് അനുഭവം വരണമെന്ന് അറിയാമോ? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഭാര്യയും ഭർത്താവും ഒത്തിരി വഴക്കടിച്ചു, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിക്കുക ഇല്ലേ? പിള്ളേർ വന്ന് മമ്മി എന്ത് പറ്റി? മമ്മി ഓർത്തിച്ചു. ഇവിടെ നോക്കുമ്പോൾ പപ്പയും എന്ത് പറ്റി? പപ്പ കുടുംബം ഒരനുഭവമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഭർത്താവ് ഭാര്യനെടുത്തോ ശരിക്കും പോട്ടെ, നമുക്കത് മറന്നറിയാം. ഹലോ, അത് കഴിഞ്ഞപ്പോ എന്നാ ശരി മറന്നറിയാം.
ക്ഷമിച്ചിരിക്കും, ഞാനും ക്ഷമിച്ചിരിക്കും, സ്നേഹിച്ചു. അപ്പോൾ ഇത് നോക്കി എന്തോ ഒരു ലൈഫായില്ലേ? ലൈഫായോ? അനുഭവമായോ? കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി കേട്ടോ. നിമിഷം കൊണ്ട് ഈ ശത്രുതയുടെ മതിലുകൾ തകർന്നോ? അപ്പോഴാണ് ദൈവാനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കൽപ്പന. എന്താ ഒന്നാമത്തെ കൽപ്പന? നീ നിന്റെ പൂർണ്ണ ഹൃദയം കൊണ്ടും പൂർണ്ണ മനസ്സുകൊണ്ടും പൂർണ്ണ ആത്മാവ് കൊണ്ടും പൂർണ്ണ ശക്തി കൊണ്ടും ദൈവത്തെ സ്നേഹിക്കുക. ദൈവം എന്ന ആകാശത്തിലൊന്നുമല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമുക്കൊരു അനുഭവമില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. ദൈവം ഏറ്റവും വലിയ പാപിയെയും സ്നേഹിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എന്താണ്? വ്യവസ്ഥ കൂടാത്തതാണ്, അൺകണ്ടീഷണലാണ്. ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നു, ഒരുപോലെ സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം കരുണ ആയിട്ട് വരുന്നത് ഏറ്റവും വലിയ ഭാവിയിലേക്ക് വരുമ്പോഴാണ്. ഏറ്റവും വലിയ ഭാവിയെ ദൈവം സ്നേഹിക്കുന്നതാണ് കരുണ. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മളപ്പോൾ അവിടെ ഫരിസേയന്റെ കണ്ണിലൂടെ കാണുന്നു. ഫരിസേയൻ പാപിയെ കാണുമ്പോൾ കല്ലെടുക്കുന്നു, യേശു പാപിയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു. ഇത്ര വ്യത്യാസമാണ്. നമ്മൾ ആരുടെ കണ്ണിലൂടെയാണ് കാണുന്നത്? മനസ്സിലായോ? നമ്മുടെ തന്നെ കൂടപ്പറപ്പുകളെ, നമ്മുടെ തന്നെ ജീവിത പങ്കാളിയെ, നമ്മുടെ തന്നെ ആളുകളെല്ലാം നമ്മൾ കാണുന്ന അവരൊരു ചെറിയ തെറ്റ് ചെയ്താൽ നമ്മൾ ആ തെറ്റാണ് കാണുന്നത്. അതല്ല പുണ്യം എന്ന് പറയുന്നത്. അതല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ തെറ്റ് ചെയ്തവരെ ദൈവം ആലിംഗനം ചെയ്ത് അവൻ്റെ ഭവനത്തിൽ ചെന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ച് അവനെ സ്നേഹിക്കുന്നു. അതാണ് കരുണ. അപ്പോൾ കരുണാനിധിയായ ദൈവമേ, കരുണാസാഗരമേ എന്നെല്ലാം നമ്മൾ ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ട് അവൻ ആൾ പെശകാണല്ലോ, അവൻ്റെ വീട്ടിൽ നീ പോകരുത്, അവനോട് കൂട്ടും പാടില്ല. മനസ്സിലായോ? കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. ഇതാണ് ക്രിസ്തീയതയുടെ മർമ്മം. ക്രിസ്തീയത എന്തുകൊണ്ടാണ് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ എന്തോ ഒരു മതപീഡനം നടന്നു. ഞാൻ അവിടെയെല്ലാം പോയിട്ടുള്ളതാണ്. ഒറീസയിലെ ഖാൻഡമാളിലെ നടന്നമായിരുന്ന സംഭവം, മനുഷ്യനെ ജീവനോടെ കുഴിച്ചിട്ടു, തീ കൊടുത്തു. ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഇവരോട് വല്ല വെറുപ്പും വിദ്വേഷം കാണിക്കുന്നുണ്ടോ? നമ്മൾ അതിന് പകരം വിട്ടാൻ നോക്കിയോ? ഒരു മനുഷ്യൻ പോലും അവർക്കെതിരെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതാണ് കരുണയും ക്രിസ്തീയ ആധ്യാത്മികതയും. അതാണ് ക്രിസ്തു നമ്മൾ തന്നിട്ടുള്ളത്. ഒരു വാരണാസിയിൽ IMS അച്ഛന്മാരുടെ വലിയ ആശ്രമമുണ്ട്. അവിടെ ഓരോ ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും ഏകദേശം 7,000 to 8,000 ആളുകൾ ശനിയാഴ്ച കൺവെൻഷൻ വരും. ആരും ക്രിസ്ത്യാനികളല്ല. മനസ്സിലായോ? ഭയങ്കര രസമാണ് പോയി കാണാൻ. ഞാൻ അവിടെ പലരാവശ്യത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് എന്തോ ഒരു ദൈവസ്നേഹ അനുഭവമാണ്. സാധാരണ മനുഷ്യൻ ഭജൻ बोलो येशु नाम नाम, बोलो येशु नाम, बोलो येशु नाम नाम, बोलो येशु नाम, बोलो येशु नाम नाम, बोलो येशु नाम, बोलो कृष्ण नाम नाम. ഇതിങ്ങനെ ഭജൻ പാടി പാടി അത്ര പാടിയോ അറിയുള്ളവർക്ക് बोलो येशु नाम नाम, बोलो येशु नाम, बोलो येशु नाम नाम, बोलो येशु नाम, അവരെ പറയുന്നത് ക്രിസ്തു ഭക്താസ്, ക്രിസ്തു ഭക്തന്മാർ. അവിടെ ഒരിക്കൽ ഞാൻ അത് കഴിഞ്ഞ് അവർക്ക് ഒരു കൗൺസിലിംഗ് ഉണ്ട്. 14 ഒരു യുവാവും ബൈബിള് അവൻ പറയുകയാണ്, ഞാൻ 3 മാസമായിട്ടുള്ളൂ വിശ്വാസത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട്
പക്ഷെ എൻ്റെ അതിനു മുമ്പ് മറ്റേ ഗ്രൂപ്പിലുണ്ടായിരുന്നവർ ഇവനെ എല്ലാ ദിവസവും പീഡിപ്പിക്കാൻ ഇവിടുന്ന് പോണ നേരത്ത് അവനെ അവരൊരു ദിവസം തടഞ്ഞു നിർത്തിയിട്ട് എല്ലാവരും കൂടി ഇവനെ ശരിക്ക് അടിക്കാനൊക്കെയുള്ളമായി വന്നു. പക്ഷെ അവൻ ധൈര്യമായിട്ട് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് വളരെ ശാന്തമായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അവസാനം അവർ പറയും, എന്താ നിന്നെ അങ്ങോട്ടേക്ക് ഇത്ര ആകർഷിച്ചത്? നിന്റെ ഈ പുസ്തകമാണോ? നമ്മളുടെ അടുത്ത് എന്തോരം വേറെ പുസ്തകങ്ങളുണ്ട്, അതൊന്നും വായിച്ചാൽ പോരെ നിനക്ക്? അപ്പോ അവൻ വായ തുറച്ചു. അവൻ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങൾ എന്നെ ആക്രോശിച്ചു, എന്നെ തെറി പറഞ്ഞു, എന്തെല്ലാം പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് വല്ലതും എതിര് പറഞ്ഞു? അതാണ് എൻ്റെ പുസ്തകം. അവർ ചോദിക്കാൻ, എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത? നമ്മളുടെ അടുത്ത് എന്തെല്ലാം പുസ്തകമുണ്ട്, എന്തോരം ബുക്കുണ്ട്, അത് വായിച്ചാൽ പോരെ, അത് പഠിച്ചാൽ പോരെ, അത് പ്രസംഗിച്ചാൽ പോരെ, എന്താ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ്, ഇത്രയും നേരം നിങ്ങൾ എന്നെ ഇതുപോലെ തെറി പറഞ്ഞിട്ട് ഞാൻ വല്ലതും പറഞ്ഞു, അതാണ് എൻ്റെ പുസ്തകം. ക്ഷണിച്ചോട് മനോഹരമായ ഒരു സാക്ഷ്യം, ഒരു യേശുവിനെ അനുഭവം. അപ്പൊ അവർ ആരും മാമോദീസ മുങ്ങിയിട്ടില്ലെങ്കിലും അവർ യേശുവിൻ്റെ ഈ കരുണയിൽ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ ആ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. അവരെ വെട്ടാനും കൊല്ലാനും വന്നാലും അവര് അങ്ങോട്ട് തിരിച്ചൊന്നും ചെയ്യില്ല. അതാണ് ഈ മതപീഠങ്ങളിലൂടെ സമൂഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ പുണ്യങ്ങൾ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഒരു ഇഗ്നേഷൻ നടക്കുന്ന പോലെ, ഒരു സ്പാർക്ക് നടക്കുന്ന പോലെ നമ്മളിൽ അങ്ങ് കത്തിപ്പടരുകയാണ്, സ്നേഹാഗ്നി ജ്വാല കത്തിപ്പടരും. അപ്പോൾ ഇതാണ് നമ്മളെ മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന മറ്റൊരു പ്രവർത്തനം. നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ, വളരെ ശക്തിയായി സ്നേഹിക്കാൻ, നമ്മുടെ ജീവിതം വരെ അതിനുവേണ്ടി അർപ്പിക്കാൻ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് ബലിയായി തീർക്കാൻ വേണ്ടി ഒരു സെക്കൻഡ്